ഹേ ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ നിമ്മി. ഗൈസ്, എൻ്റെ നാട് കൊടുങ്ങല്ലൂരാണ്. സോ ഇപ്പോൾ നമ്മുടെ കൊടുങ്ങല്ലൂർ ഭരണി മഹോത്സവം നടക്കുകയാണ്. ഗൈസ്, നിങ്ങളോട് ഇനി ഞാനൊരു നഗ്ന സത്യം പറയട്ടെ. ഒരു കൊടുങ്ങല്ലൂർക്കാരിയായിട്ട് ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ ഭരണിക്ക് പോയിട്ടില്ല. ഭരണി മഹോത്സവം കണ്ടിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അവിടേക്ക് അടുക്കാനേ പറ്റില്ല ഗൈസ്. കാരണം തിരക്കെന്ന് പറഞ്ഞാൽ മാതിരി തിരക്കായിരിക്കും. ഇന്ന് ഇതാ ഭരണിയാണ് കേട്ടോ, അതായത് മാർച്ച് 22 സൺഡേ. അപ്പോൾ എനിക്ക് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ഭരണിയൊക്കെ നടക്കുമ്പോൾ എനിക്ക് പോകണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അടുത്തേക്ക് പോലും പോകാൻ പറ്റാത്തൊരു സ്ഥിതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് കിട്ടിയിട്ടുള്ളൊരു അനുഭവം എന്ന് വെച്ചാൽ, ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് ബസ്സിൽ ഒരു സ്റ്റോപ്പ് എത്തിയപ്പോൾ അവർ ഭയങ്കര ബ്ലോക്കാക്കി നിർത്തി സ്റ്റക്കായിട്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് വേറെ വഴിക്ക് എൻ്റെ വീട്ടിലേക്ക് കയറേണ്ട അവസ്ഥയ്ക്ക് വന്നു. അത് അത്രയ്ക്ക് തിരക്കാണ് കേട്ടോ ഭരണിക്ക്. പിന്നെ ബാക്കിയുള്ള ജില്ലക്കാരുടെയും കേരളത്തിലുള്ള ബാക്കിയുള്ളവരെല്ലാവരുടെയും വിചാരം ഭരണിക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ കൊടുങ്ങല്ലൂർക്കാരാണ് ഈ തെറി പറയുന്നതെന്നാണ്. പക്ഷേ ഗൈസ്, അങ്ങനെയല്ല. പുറത്തുനിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. കാവ് തീണ്ടൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ. എനിക്ക് കൂടുതൽ അതിനെപ്പറ്റിയൊന്നും അറിയില്ല, എന്നാലും ഞാൻ എൻ്റെ അറിവ് വെച്ച് പറഞ്ഞതാണ്. അങ്ങനെ ഇപ്രാവശ്യം എൻ്റെ ആഗ്രഹം എന്ന് 2026 ഞാൻ ഭരണിക്ക് പോയി. അതായത് ഭരണി കാണാൻ വേണ്ടി ഞാൻ പോയി. താലപ്പൊലിക്കൊക്കെ എല്ലാ പ്രാവശ്യവും പോകാറുണ്ട് കേട്ടോ. പക്ഷെ ഭരണിക്ക് എന്ന് പറഞ്ഞാൽ പോലെ തീരെ കുറവാണ്. പക്ഷേ കൊടുങ്ങല്ലൂർ അമ്മയുടെ ഭരണി കാണേണ്ടത് തന്നെയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനെ റീൽസിലും കാര്യങ്ങളിലൊക്കെ. അതുപോലെയാണ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഈ എന്താ പറയുക, ഭയങ്കര ഒരു മിത്താണോ അതോ സത്യമാണോ എന്നൊന്നും അറിയാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ ഞാനും വലിയമ്മയും തക്കും അബിയും കൂടിയാണ് പോയി. അങ്ങനെ ഞങ്ങൾ ഭരണി കണ്ടു തിരിച്ച് വീട്ടിലേക്ക് പോരാണ്. അതിന് മുമ്പ് ഉപ്പ് സോഡയൊക്കെ കുടിച്ച് സെറ്റായി ഉഷാറായിട്ട് പുള്ളിയായിട്ട് വീട്ടിലെത്തി. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.